അൻഷിഫ് മുനിക്കൽ ചെറ്റയാണ്. തുടക്കം തന്നെ അൻഷിഫ് മുനിക്കൽ ചെറ്റയാണെന്ന്. അത് നിനക്കല്ല, അതെല്ലാവർക്കും മനസ്സിലായ കാര്യമാണ്. നീ വെറും ചെറ്റയാണെന്ന്. കരുന്നായി ഇന്നലെ ഓനോന്റെ മെയിൻ അക്കൗണ്ടിൽ വീഡിയോ ഇട്ടിട്ട് പറയണേ ഞങ്ങൾ രണ്ടാളും ഒന്നല്ല ഇരട്ടക്കുട്ടികളാണ് എന്നൊക്കെ. ആ വീഡിയോ ഒന്ന് കണ്ടു നോക്കിട്ടോ. ആ വീഡിയോ നിങ്ങൾ കാണണം. അതൊന്ന് കണ്ടുവരിക. ഞാൻ സത്യം പറയട്ടെ, ഈ തൊപ്പി ഷാജഹാൻ നീലക്കുയിൽ പണിക്കാട് അതിൽ എനിക്കൊരു റോളും ഇല്ല. ഞാനിവിടെ ഫാമിലി ഒക്കെ ആയിട്ട് കുടുംബമൊക്കെ ആയിട്ട് ഇങ്ങനെ സമാധാനമായിട്ട് ജീവിച്ചു പോകണം. എന്റെ ഫാൻസിന്റെ അക്കൗണ്ടിൽ കയറിയാണ്ട് ഏതോ ഒരു ചെങ്ങായി ഇവർക്കെതിരെ പ്രതികരിക്കുന്നുണ്ട്. അതിന് ഞാൻ ഉത്തരവാദിയല്ല. ആ ചെങ്ങായിനെ വെറുതെ നിങ്ങൾ ഇളക്കാൻ നിൽക്കണ്ട. ആ ചെങ്ങായിക്ക് പിരാന്തന, അതായത് പിരാന്തന നോർമൽ പിരാന്തല്ല, മൾട്ടിപ്പിൾ പേഴ്സണാലിറ്റി ഡിസോർഡർ ഉള്ള ഒരു വ്യക്തിയാണ് അയാൾ. മനസ്സിലായില്ലേ? അപ്പൊ മഞ്ചേരി മെഡിക്കൽ കോളേജിൽ പോയി ചോദിച്ചാൽ മതി. ഞാൻ പറഞ്ഞില്ലേ ഞങ്ങൾ ഇരട്ടകളാണ്. നിങ്ങൾ ഓനെ വെറുതെ മൂപ്പിച്ചാൽ നിൽക്കണ്ട. ഞാൻ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇവന്റെ പ്രശ്നം എന്തുവാ? ഷാജഹാന്റെ തൊപ്പിയുടെയും പ്രശ്നം കഴിഞ്ഞ് അവരിപ്പോ ഏകദേശം ഓക്കെ. അപ്പൊ ഇവനെന്തിന്റെ സൂക്കേടാ? മൾട്ടിപ്പിൾ പേഴ്സണാലിറ്റി ഡിസോർഡറോ? അപരാധം. അവിടെ സമാധാനമായിട്ട് കുട്ടികളും കുടുംബമൊക്കെ ആയിട്ട് അന്തസ്സായിട്ട് ജീവിച്ചു പോവാണ്. ഓക്കെ, ഓനായിക്ക് വലിച്ചിടല്ലോ ആ ചെങ്ങായി. ഓ, ഇതാണ് ഇവന്റെ അന്തസ്. ഇവന്റെ അന്തസ് കാണണം. ഇതാണ് ഇവന്റെ അന്തസ്. ഇവന്റെ തന്നെയല്ലേ മറ്റേ വീഡിയോയും. എന്നിട്ട് ഇപ്പൊ പറയണത് ഇരട്ട സഹോദരനാണെന്നോ? ഇവനെന്തിനാണ് ഇപ്പൊ ഈ എന്താ പറയാ കൊറോണ ഉണ്ടല്ലേ, ഈ ഷാജഹാൻ ആ പ്രശ്നം ഉണ്ടാക്കിയ സമയത്ത് കുറേ വാണങ്ങൾ വന്നിട്ട് കൂടെ കൂടിയിട്ട് ഈ പറയുന്ന പോലെ ഒക്കെ എല്ലാവരും റീച്ചിന് വേണ്ടിയിട്ടാണ്, അത് സത്യം. പക്ഷെ അവര് പ്രശ്നം തീർന്നു, അവരുടെ പ്രശ്നം തീർന്നു. നിനക്കിന്നെ എൻ്റെ അകത്തിട്ട് കേടാ. ഉറക്കില്ലാതെ സുഖമില്ലാതെ നടക്കുകയാണ്. ശരിക്കും ഇവനെ കാണുമ്പോ ഒന്ന് നോക്കിക്ക്, ഇവന്റെ മുഖം ഒന്ന് ശ്രദ്ധിച്ചു നോക്ക്. ഇവൻ്റെ ആ നിപ്പം മട്ടുമ്പാവൊക്കെ നോക്കി. ശരിക്കും ഒരു എന്തൊക്കെയോ കുറവുകളുള്ള ഒരു ആളുടെ പോലെ ഇല്ലേ? ഇല്ലേ? ഒരുമാതിരി പൊട്ടൻ, ഒരു തനി പൊട്ടൻ. കളിക്കല പൊട്ടൻ തന്നെ. തൊപ്പീനുണ്ടാക്കുമെന്ന് പറഞ്ഞിട്ട് വേറെ വല്ല പണിക്കും പോവാൻ നോക്കിക്കൂടെ? പ്രശ്നം എന്താ വെച്ചാൽ ഓൻ എവിടെയെങ്കിലും അറിയാൻ ഒരു വിഷയം കിട്ടിയ പിന്നെ അയിമൺ കൂടും. പിന്നെ അതങ്ങോട്ട് അവസാനിച്ചാലും അത് തന്നെയല്ലേ നിന്റെയും പ്രശ്നവും. ഇപ്പൊ തൊപ്പിയുടെ ഷാജഹാന്റെ പ്രശ്നത്തിന് മുകളിൽ പല കീടങ്ങളും വന്ന് അതൊക്കെ ഏകദേശം കെട്ടണമെങ്കിൽ ഇപ്പൊ നിന്റെ മാത്രത്തെ തീരത്ത് നിനക്ക് എന്നാ ഇപ്പോ? നിന്നെ ആരെങ്കിലും ചോദിച്ചോ? നിനക്ക് എന്തിന്റെ കേടാണ് ഇപ്പൊ? സമാധാനമാവും. കുത്തിത്തിരിപ്പനാണോ? അതായത് ഓന്റെ മെയിൻ ഉദ്ദേശം എന്ന് പറഞ്ഞാൽ കുഞ്ഞാമ്പാണ്ടിക്കാരനെ നീലക്കുയിലിനൊക്കെ തല്ലുപിടിപ്പിച്ച, അതേപോലെ തൊപ്പിന് ഷാജാനെ തല്ലുപിടിച്ച, എന്നിട്ട് പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പരം തല്ലു പിടിപ്പിച്ചാണ്ട് ഓൻ അത് കണ്ടാസ് ഓൻ റെഫറി നിൽക്കാനുള്ള പരിപാടി. കാരണം ഓനക്ക് റെഫറി നിൽക്കാലോ. കാരണം ഓനടുത്ത് ഇവന്റെ സ്വഭാവം തന്നെയല്ലേ ഈ വിളിച്ചു പറയണേ, കുത്തിത്തിരിപ്പുണ്ടാക്കുക, കുനിട്ടുണ്ടാക്കുക. കാരണം അവന്മാര് ഒരു ചെറിയൊരു പ്രശ്നം കൊണ്ട് അവന്മാര് കുറച്ച് ദിവസം 2 ദിവസം കുറച്ച് സീനാക്കി. അത് കഴിഞ്ഞ് നിനക്കിപ്പോൾ എന്താണ് ഈ കുത്തിത്തിരിപ്പുണ്ടാക്കിയിട്ട് എന്താ കാര്യം? വെറുതെ മഞ്ഞക്കാടുണ്ട്. അപ്പൊ ഓന്റെ ആ വിഷയത്തിൽ വെറുതെ ഓനെ ഒഴിവായിക്കളി. ആ ചെങ്ങായി പോയി സമാധാനമായിട്ട് 3 ദിവസം അടുപ്പിച്ച് നല്ലപോലെ കിടന്നുറങ്ങിയ തീരുന്ന പ്രശ്നമുള്ളൂ. ഓനക്ക് പേടി, കാര്യം പേടിത്തൊണ്ടനാണ്. ഓനെ പെണ്ണുങ്ങളെയും കുട്ടികളെയും കേട്ടുകാണ്ടേ ഓലെ വർക്ക്. ഓ, അപ്പൊ ഇതാണ് ഉദ്ദേശിച്ച് മൾട്ടി പേഴ്സണാലിറ്റി ഡിസോർഡർ എന്ന് പറഞ്ഞേ. 2 തന്തയുടെ സ്വഭാവം കാണിക്കുന്നത്. അതല്ല, സത്യം പറഞ്ഞതാണ്. 2 തന്തയുടെ സ്വഭാവം കാണിക്കുക, 2 ആളായിട്ട് കാണിക്കുക. കൊള്ളാം, ഭാവിയുണ്ട് നല്ല. സ്ഥാനം കേട്ടുകാണ്ട് മെല്ലെ ഇഞ്ഞ ഒറ്റക്കാക്കാനുള്ള പരിപാടി. ഏത് ഇഞ്ഞ എന്നിട്ട് ഓൻ പറയണ്ട് ഞങ്ങൾ 2 അല്ല 1 അല്ല 2 ആണെന്നൊക്കെ പറയണ്ട്. ഞങ്ങൾ ഒന്നാടാ, ഒന്നെന്നെയാണ്. എടാ അൻഷിഫ് മുനിക്കൽ ചെറ്റേ, ഇതൊരു കാര്യം മനസ്സിലായിക്കോ. പെണ്ണുങ്ങളെ മൂടും താങ്ങി നടക്കണവനാണ് ഇജ് കരുതി വെച്ചോ. വല്ലാതെ കളിച്ച അന്നക്കെതിരെ യുദ്ധം ചെയ്യുന്നാല്. എടീ സത്യം പറഞ്ഞു കഴിഞ്ഞാണ്ടല്ലോ, സത്യം പറഞ്ഞ മനസ്സിലാക്കേണ്ട വെച്ചാൽ ഇവനെ എന്താ പറയാ, ഇവനൊരു പൊട്ടനാണ്. അതാണ് ഒന്നാമത്തെ കാര്യം. ഇവൻ്റെ ആ നോട്ടത്തിലും ഭാവത്തിലും തന്നെ ഉണ്ട് ഇവനൊരു ഒരു മൂളയില്ലാത്തവനാണെന്ന്. അല്ലാതെ ഇപ്പോൾ നാട്ടുകാരുടെ പ്രശ്നത്തിലൊക്കെ കയറിയിട്ട് നിനക്ക് ഓക്കെ ജസ്റ്റ് ഒരു വീഡിയോ നീ ചെയ്തോ പോട്ടെ. പക്ഷെ നീ ഇതെന്നെ പിടിച്ചോണ്ട് കിടക്കണ എന്നാത്തിനാ? എന്നെ മാങ്ങയ്ക്ക് വേണ്ടിയിട്ടാണ്. ഇപ്പം തന്നെ പറഞ്ഞിട്ടില്ലേ, ഇനി ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞാൽ ഞാൻ അവൻ്റെ അഞ്ഞത്ത് കയറുമെന്ന്. ശരിക്കും പറഞ്ഞാൽ ഇവൻ്റെ ഹോബിയാണത്. എനിക്ക് തോന്നുന്നില്ല ഇവർ റീച്ചിന് വേണ്ടിയിട്ട് ചെയ്യണമെന്ന് എനിക്ക് തോന്നുന്നില്ല. റീച്ചിന് വേണ്ടിയിട്ടല്ല, ശരിക്കും പറഞ്ഞാൽ ഇവൻ്റെ തലയിൽ മൂളയില്ല. ഇവൻ ശരിക്കൊരു പൊട്ടനാണ് എനിക്ക് തോന്നണതാണ്. കാരണം എന്താണ്, ഇപ്പം ബാക്കിയുള്ളവരൊക്കെ എന്തെങ്കിലും റീച്ചിന് വേണ്ടിയിട്ട്, ഇപ്പം ഷാജഹാനായാലും എന്തെങ്കിലും റീച്ചിന് വേണ്ടിയിട്ട് എനിക്ക് തോന്നിയിട്ടുള്ള അതാണ്. ഷാജഹാനായാലും റീച്ചിന് വേണ്ടിയിട്ട് ചെയ്തേക്കണേ. നീ ആരാണ്? ഇവനേതാണ് ഈ വേട്ടാവളിയൻ? മനസ്സിലായിക്കോ? ഇജെന്താ കരുതിയത്? ഇജിബലെ ഈ തൊപ്പിന്റെ ഗ്യാങ്ങിന്റെ നെഗറ്റീവ് കമന്റ് കണ്ടു ഫോളോവേഴ്സ് കുറെ കണ്ടപ്പോഴും ഇജങ്ങോട്ട് കാല് മാറി.
എൻ്റെ പൊന്ന് സഖു, നീ പെട്ടെന്നൊരു സുപ്രഭാതത്തിൽ വന്നിട്ട് തൊപ്പീൻ്റെ അല്ലെങ്കിൽ തൊപ്പീൻ്റെ ടീമും തേങ്ങയും ഇതൊന്നും പറഞ്ഞിട്ട് കാര്യം നിനക്കൊന്നും തൊടാൻ പറ്റൂല. അത് വേറെ വിഷയം. കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പണ്ടത്തെ തൊപ്പിയായിരുന്നപ്പോൾ പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഇതാവുമായിരുന്നു. പക്ഷെ ഇപ്പോഴത്തെ തൊപ്പിയും വ്യത്യാസമുണ്ട്, നല്ല രീതിക്ക് വ്യത്യാസമുണ്ട്. മനസ്സിലായ? നീ ഒന്ന് മുക്കി തൂറിയാൽ പോലും ഒരു മൈലും നടക്കൂല. ഉള്ള കാര്യം പറയാല, ഒരു മൈലും നടക്കൂല. പിന്നെ ബ്രോ, ഈ എനിക്ക് തന്നെ ഇവൻ്റെ വീട്ടുകാർക്കൊരു ഒരു ഇതില്ലേ, ഇവനിങ്ങനെ ഈ മാനസിക രോഗിനെ പോലെയൊക്കെ കാണിക്കുമ്പോഴത്തേനും ശരിക്കും ഇവൻ്റെ നോട്ടത്തിലുണ്ട്. ഇപ്പം അഭിനയിക്കണമെന്നല്ല, ഇവൻ റിയലാ തോന്നുന്നുണ്ട്. റിയലായിട്ട് ഇവൻ എന്തോ തലയ്ക്ക് തകരാറുണ്ട് എനിക്ക് തോന്നുന്നു. ഐ തിങ്ക് സോ. എന്നോട് 10,000 വട്ടം പറയണേ ഐഡന്റിറ്റി വെളിപ്പെടുത്തരുത് എന്നുള്ളത്. എടാ നിനക്കൊക്കെ എന്നാ മൈൽ ഐഡൻറ്റിറ്റി ഉള്ള നിനക്ക് മാനസിക രോഗി. എടാ നിൻ്റെ തന്ത വരെ ഇപ്പോൾ കുറ്റബോധം ഉണ്ടാവും. പുള്ളി ചിന്തിക്കുന്നുണ്ടാവും ഇതിന് പകരം വല്ല വാഴയ്ക്ക് തുളയിട്ടാൽ മതിയായിരുന്നു. ഈ നാട്ടുകാരുടെ പ്രശ്നത്തിലൊക്കെ കയറി നിനക്ക് മെഴുകേണ്ട എന്നാ ആവശ്യമുള്ളത്? ഇനി മെഴുകിയാൽ തന്നെ അതിലിങ്ങനെ പിന്നെയും മെഴുകുന്നത് എന്തിനാ? ആ പ്രശ്നം തുടങ്ങിയവരുടെ പ്രശ്നം തീർന്നു, നിൻ്റെ പ്രശ്നം തീരൂലേ? ഈ ജന്മത്തെ തീരൂലേ? എന്നിട്ട് നിനക്കതിൽ വല്ല ഗുണമുണ്ടോ? വെറുതെ മാനസിക രോഗി എന്നുള്ള സ്നേഹം കൊണ്ട് പറയാം. വെറുതെ ഈ മാനസിക രോഗി, പൊട്ടൻ എന്നൊക്കെയുള്ള പേര് കേൾപ്പിക്കാതെ നിന്റെ കാര്യം നോക്കി നടന്നാൽ പോരെ? എന്നാത്തിൻ്റെ സൂക്കേടാണ്. മനസ്സിലായോ? എന്നിട്ട് എല്ലാ വീഡിയോയിലും ചെന്നുകാണ്ട് ചിലക്കാണ് ഞങ്ങൾ രണ്ടല്ല, ഞങ്ങൾ ഒന്നല്ല, രണ്ടാണ്. ഞങ്ങൾ ഒന്നെന്നെടാ. ഞാൻ അഞ്ചൊപ്പം ഉണ്ടായതാ. ഇത് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി. ഇത് ചെറിയ പ്രശ്നമാണെന്ന് എനിക്ക് തോന്നുന്നില്ല. ഇതെന്തോ എന്തോ മാനസിക ഭ്രാന്ത്. ഇതിനിപ്പോൾ എന്നാ ചെയ്യാൻ പറ്റും? ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നല്ല കഴിച്ചൂടുള്ള ആളുടെ ഒരെണ്ണം കിട്ടിയാൽ മതി അല്ലേ? എനിക്ക് തോന്നുന്നത് ഏറെക്കുറെയൊക്കെ ശരിയാവും തോന്നുന്നുണ്ട് ഇവരുടെ പ്രശ്നങ്ങൾ. മീശയും താടിയും എടാ സത്യം പറയാലോ, അത്യാവശ്യം നിന്നെ കാണാൻ ലുക്കുണ്ട്. നിന്നെ കാണാൻ നല്ല ലുക്കുണ്ട്. വെറുതെ എന്നാത്തിന് ഈ തീട്ടത്തിൽ കിടന്നിട്ട് മെഴുകാൻ നിൽക്കുന്നത്? ഈ പ്രാന്തന്മാരുടെ പോലെ കിടന്ന് മെഴുകാൻ നിൽക്കുന്നത്? നീയൊന്നും വിചാരിച്ചുകൊണ്ട് തൊപ്പീൻ്റെ രോമത്തിൽ പോലും തൊടാൻ ഇപ്പോൾ പറ്റൂല. പിന്നെ റീച്ചിന് വേണ്ടിയിട്ടാണെങ്കിൽ ഇത്രയ്ക്കൊക്കെ ചെയ്യേണ്ട ആവശ്യമുണ്ട്? ഇത്രയ്ക്കൊക്കെ കിടന്ന് മെഴുകേണ്ട ആവശ്യമുണ്ടോ? നീ ഒരു വീഡിയോ ചെയ്തത് കഴിഞ്ഞത് വിട്ട് പോട്ടെ നോക്കി പിന്നെയും കിടന്നതിൽ മെഴുകി സ്വയം പൊട്ടനാക്കുന്നത് എന്തിനാ? മനസ്സിലാവാത്തോണ്ട് ചോദിക്കുക. അന്റെ കൂടെ ജീവിക്കും, തടുക്കാൻ പറ്റുന്ന നായിന്റെ മക്കളുണ്ടെങ്കിൽ വരിക. എതിരി யாரும் தெரியும், துரோகிங்க யாரும் தெரியற வரைக்கும். എടാ നീ ആദ്യം പോയിട്ട് നിനക്ക് പറ്റണ വല്ല പണി ഏതാന്നുള്ളത് നീ കണ്ടുപിടിക്കുക. മനസ്സിലായോ? ഈ നാട്ടുകാരെ നെഞ്ഞത്ത് കയറിയിട്ട് ഉണ്ടാക്കിയിട്ട് നിനക്ക് നിൻ്റെ വീട്ടുകാർക്കുള്ള പേര് ദോഷം, മാനസിക രോഗിയുടെ തന്ത അല്ലെങ്കിൽ മാനസിക രോഗിയുടെ ഭാര്യ അങ്ങനെയൊക്കെയുള്ള പേര് ദോഷം കേൾപ്പിക്കാതെ നീ നിൻ്റെ വല്ല പണി നോക്കിയിട്ട് നടക്കാൻ നോക്ക്. അല്ലാണ്ട് തൊപ്പി അപ്പിയിട്ടോ തൊപ്പി ചന്തി കഴിക്കും ഇതൊക്കെ നോക്കിയിട്ട് നിനക്ക് എന്നാ നിനക്ക് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ എന്തിൻ്റെ കേടാന്നുള്ളത് എനിക്ക് മനസ്സിലായില്ല. ഷാജഹാൻ്റെ പ്രശ്നം നമുക്ക് എല്ലാവർക്കും അറിയാം. അതേപോലെ തൊപ്പിന്ന് ഷാജഹാനുള്ള പ്രശ്നമായി. അതിൻ്റെ ഇടയ്ക്ക് വേറൊരു കഴിവേറി ഉണ്ടായിരുന്നല്ല, മറ്റേ കഴുത്തി കൂടെ ഒരു ചന്താമര തൂക്കിയിട്ട് നടന്നിരുന്നത്. എന്നിട്ട് മറ്റേ തൊപ്പിയുടെ അടുത്ത് മുട്ടാൻ പറ്റൂല എന്ന് മനസ്സിലായപ്പോൾ നേരെ തിരിഞ്ഞ് ഷാജഹാൻ്റെ മേലൊട്ടിന്ന്. ആ പന്നയുടെ അതിന് ശേഷം വന്ന രണ്ടാമത്തെ ഒരു ഗുണ്ണേ തോന്നുന്നുണ്ടല്ലോ ഇവൻ. എന്തായാലും കൊള്ളാം. തൊപ്പിക്ക് പിന്നെ മാറുമ്പോൾ ഓരോന്ന് കിട്ടുന്നുണ്ട്. പക്ഷേ എന്ത് തേങ്ങ ചെയ്താലും നടക്കൂല. കാരണം എന്താ വെച്ചിട്ടുണ്ടല്ലോ, പണ്ടൊക്കെ ആയിരുന്നെങ്കിൽ നിങ്ങൾക്കറിയാലോ, പണ്ടൊക്കെ ആയിരുന്നെങ്കിൽ നമുക്ക് എന്താ പറയുക, പണ്ട് കിട്ടിയതിൻ്റെ നെഗറ്റീവ് ഒന്നും ഇപ്പം തൊപ്പിക്കില്ല. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ പണ്ട് തൊപ്പിക്ക് കിട്ടിയത് നെഗറ്റീവുകളുടെ 10% പോലും ഇപ്പം ഇല്ല. എനിക്ക് തോന്നിയിട്ടുള്ളത് പണ്ട് അവൻ്റെ ഒരു വീഡിയോയുടെ ചോട്ടിൽ പോയി നോക്കിക്കഴിഞ്ഞാൽ, അവൻ്റെ ലൈവിലായിക്കോട്ടെ വീഡിയോയ്ക്ക് എന്തിൻ്റെ ചോട്ടിൽ പോയി നോക്കിക്കഴിഞ്ഞാൽ അവൻ്റെ തന്തയ്ക്കും തള്ളയ്ക്കും വിളിക്കുന്ന മാത്രമല്ല അവരെ പറയാൻ വേറൊന്നുമില്ല, അത്രയ്ക്ക് നെഗറ്റീവ് മാത്രമായിരുന്നു തൊപ്പി. പക്ഷെ അതിൽ നിന്നൊക്കെ മാറിയിട്ട് ഇങ്ങനെ ഒരു ലെവലിലേക്ക് നെഗറ്റീവ് ഉണ്ടാവും. ഓഫ് കോഴ്സ് നല്ലത് ചെയ്യുന്ന എല്ലാ ആൾക്കാരുടെ പിന്നിൽ നെഗറ്റീവ്സ് ഉണ്ടാവും. കാരണം നിന്നെ പോലെയുള്ള കുറേ തന്തയ്ക്ക് പറക്കാത്ത നായിൻ്റെ മക്കൾ കാരണം കൊണ്ടുണ്ടാവും. അപ്പോൾ പണ്ടത്തെ തൊപ്പിയായിരുന്നു വെച്ചാൽ നമുക്ക് പറയാമായിരുന്നു. പക്ഷെ ഇപ്പോഴത്തെ തൊപ്പിക്ക് നിൻ്റെ ഒന്നും നീ ഒന്ന് മുക്കി തൂറിയാൽ പോലും ഒന്നും ചെയ്യാൻ പറ്റില്ല. മനസ്സിലായോ? അതൊന്നാമത്തെ കാര്യം നീ മനസ്സിലാക്കണം. കാരണം എന്ന് പറഞ്ഞാൽ അവനുള്ള സപ്പോർട്ട് എന്ന് വെച്ചാൽ എനിക്ക് തോന്നുന്നു അത്ര സപ്പോർട്ട് അവനുണ്ട്. കാരണം എന്ന് പറഞ്ഞാൽ പണ്ടത്തെ തൊപ്പിയല്ല. ശരി, ഇപ്പോഴത്തെ ഈ തൊപ്പിനെ ഉണ്ടാക്കിയത് പണ്ടത്തെ തൊപ്പിയായിരിക്കാം, പക്ഷെ ഇവനിപ്പോൾ പണ്ടത്തെ തൊപ്പിയല്ല. ഹീ ചേഞ്ച്ഡ് എ ലോട്ട്. അപ്പോൾ പൊന്നു സുഹൃത്തെ, വേറെ വല്ല പണിയില്ലാത്ത ഇതാണെങ്കിൽ എന്നെ വിളിക്കുക. നിങ്ങൾക്ക് അത്യാവശ്യം ലുക്കൊക്കെ ഉണ്ടല്ലോ, ഞാൻ നിങ്ങൾക്ക് പറ്റി നല്ല വല്ല പണി പറഞ്ഞുതരാം.
ഒന്നുമില്ലെങ്കിൽ പാടത്ത് കുനിഞ്ഞ് കനയിൽ ഞാൻ പറഞ്ഞ് എന്താ പറയുക സെറ്റാക്കി തരാം. അപ്പോൾ ഈ പണിയൊക്കെ നിർത്തിയിട്ട് വേറെ വല്ല നല്ല പണിക്ക് പോകാൻ നോക്കുക സഹോ കേട്ടോ. എനിക്കത് തോന്നുന്നത് വെറുതെ എന്തിനീ നാട്ടുകാരുടെ പ്രശ്നത്തിൽ കയറിയിട്ട് ഇങ്ങനെ ഇടപെട്ട് നീ റീച്ചിന് വേണ്ടിയിട്ടാണെങ്കിൽ നീ ഒരു വീഡിയോ ചെയ്തോ പോട്ട് കിട്ടിയത് കിട്ടി എന്നുള്ള രീതിക്ക്. പക്ഷേ ഇങ്ങനെ കിടന്നിട്ട് തീട്ടത്തിൽ കിടന്നിട്ട് പിന്നെയും ചവിട്ടി ഇങ്ങനെ നിൽക്കുന്ന ഒരു തന്തയ്ക്ക് പറഞ്ഞ ഒരു പരിപാടിയായിട്ട് എനിക്ക് തോന്നുന്നില്ല. എന്നിട്ട് അവസാനം അതിൻ്റെ പേര് പേഴ്സണാലിറ്റി ഡിസോർഡർ അണ്ടി.